എറണാകുളം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്ത സതീഷ് ഇപ്പോൾ 24 ചേരുകയാണ്. താരതമ്യേന യുവത്വമാണ്, പുതിയ പദവിയാണ്. എങ്ങനെയാണ് ഈ പദവി നോക്കുന്നത്? തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. എറണാകുളത്തെ പാർട്ടിയെ നയിക്കുക എന്ന ഉത്തരവാദിത്തമാണ്. അത് വളരെ തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ തന്നെ അത് നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ പരിശ്രമവും തുടർന്ന് നടപ്പാക്കും. ഈ നാട്ടിലെ പാർട്ടിയെയും ജനങ്ങളെയും കൂടുതൽ ഗുണകരമാവുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ ആവശ്യമായ പരിശ്രമമായിരിക്കും നടത്തുക. യുവാവെന്ന നിലയിൽ യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് മുതൽ സംസ്ഥാന ഭാരവാഹിത്വം വരെ വഹിച്ചതിൻ്റെ എല്ലാ ഘടകങ്ങളുടെയും ഭാരവാഹിത്വം വഹിച്ചിരുന്നു. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പോലുള്ള ചുമതലകൾ ആ ഘട്ടങ്ങളിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു അനുഭവ സമ്പത്താണ്. ആ അനുഭവ സമ്പത്ത് കൂടി ചേർത്ത് പിടിച്ച് ഇവിടുത്തെ പാർട്ടിയെ ആകമാനം കൂട്ടായി യോജിപ്പിച്ച് അവരുടെ ഐക്യത്തെയും അവരുടെ കരുത്തിനെയും ആകമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ആവശ്യമായ സമയം ചെയ്യും. UDF മേൽക്കൈയുള്ള ജില്ലയാണ്. അപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രത്തോളം വെല്ലുവിളിയാകും? അല്ല, തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് ഞങ്ങളെ സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട. പക്ഷേ തെരഞ്ഞെടുപ്പും ഒരു പ്രധാനപ്പെട്ടതാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് കൂടുതൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള ജനകീയ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിനെ കൂടുതൽ ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും നടത്തുന്നതാണ്. വിഭാഗീയത ഒഴിവായി എന്ന് പാർട്ടി പറയുമ്പോഴും ജില്ലയിലെ പല മേഖലകളും അത്തരം ചില സംഘർഷങ്ങളും അല്ലെങ്കിൽ വിഭാഗീയത പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒരു ജില്ലാ സെക്രട്ടറി അതിനെ വിഭാഗീയതയോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന ചില ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ എടുത്തിട്ടാണ് പറയുന്നത്. അത് മുൻകാലങ്ങളിലെ പോലെ ഉള്ള വിഭാഗീയതയുടെ പ്രവർത്തനങ്ങളെ അല്ല. വിഭാഗീയതയുടെ ഒരു ലാഞ്ചനയും ഇന്നത്തെ നമ്മുടെ ജില്ലയിലോ കേരളത്തിനകത്തോ നിലനിൽക്കുന്നില്ല. പറഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യരുടെ പാർട്ടി എന്ന നിലയിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില പ്രശ്നങ്ങൾ ചില കേന്ദ്രങ്ങളിലുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കരുത്ത് ഉപയോഗപ്പെടുത്തി അതിനെ തുറന്ന സമീപനത്തോടെ ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഏത് നിലയിലാകും ഇനി പാർട്ടി പരിഗണിക്കാം അഭിപ്രായം തരുന്നതടക്കം? മുതിർന്ന നേതാക്കളും ഞങ്ങളെപ്പോലെ ചെറുപ്പമുള്ള നേതാക്കളും എല്ലാവരും കൂടി ചേരുന്നതാണ് പാർട്ടി പരിഗണിക്കാൻ പാർട്ടി കൂട്ടായ നേതൃത്വമാണ്. സെക്രട്ടറി എന്ന നിലയിൽ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചും കളക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായ നേതൃത്വമാണ്. വലിയ അനുഭവ സമ്പത്തുള്ള നിരവധി സഖാക്കൾ ഈ ജില്ലയിലെ പാർട്ടിക്കകത്തുണ്ട്. താരതമ്യേന പുതിയ സഖാക്കളായിട്ടുള്ള എന്നേക്കാൾ താഴെയുള്ള ജൂനിയറായിട്ടുള്ള സഖാക്കളും ഉൾപ്പെടെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കൂട്ടായ നേതൃത്വമാണ് ഈ ജില്ലയിലെ പാർട്ടിയെ നയിക്കുക. സംസ്ഥാന പാർട്ടിയും അങ്ങനെയാണ്, ഞങ്ങളുടെ ഓരോ ഘടകവും അങ്ങനെയാണ് പ്രവർത്തിക്കുക. ആ കൂട്ടായ നേതൃത്വമായി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവ സമ്പത്തും പുതുമയുള്ളവരുടെ പുതിയ തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കരുതുന്നത്. പിടിച്ചുമുറിക്കുന്ന ലഹരി വ്യാപനം ജില്ലയിലാണെങ്കിൽ പലതരത്തിലുള്ള കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ പാർട്ടി നിലയിലാകും അത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാം. തീർച്ചയായിട്ടും ലഹരി വലിയ അപകടം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് നോക്കിയാലും ലോകത്ത് നോക്കിയാലും ഈ സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ളതിൻ്റെ അതിഭീകരമായ വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. UN റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത് 15 വയസ്സിനും 64 വയസ്സിനും ഇടയിൽ പ്രായമുള്ളതിൽ 17 ഒരാൾ ലോകത്ത് ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ആദ്യമായി ലഹരി ഉപയോഗിക്കുന്നവരിൽ 70% ആളുകളും 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണ് എന്ന് UN റിപ്പോർട്ട് ലോകത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായി നമ്മുടെ ലോകത്ത് മാറിയിട്ടുണ്ട്, രാജ്യത്ത് മാറിയിട്ടുണ്ട്. രാജ്യത്തെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ അളവിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ചില പ്രവണതകൾ, ചില അപകടങ്ങൾ, ഇതിൻ്റെ എല്ലാം സിംപ്റ്റം നമ്മുടെ കേരള അന്തരീക്ഷത്തിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് വലിയ രൂപത്തിലുള്ള ഒരു യജ്ഞം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ ജനകീയ പ്രസ്ഥാനം പടുത്തുയർത്താൻ ആവശ്യമായ സമീപനമാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പരിപൂർണമായ പിന്തുണ പാർട്ടി നൽകുകയാണ്, ഈ ജില്ലയിലെ പാർട്ടി നൽകുകയാണ്. അപ്പോൾ പാർട്ടി എന്ന നിലയിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ സമീപനത്തോട് പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഓരോ മുക്കിലും മൂലയിലും വലിയ ജനകീയ പ്രസ്ഥാനം, ഈ മയക്കുമരുന്നെന്ന മഹാവിപത്തിനെതിരെയുള്ള വലിയ ജനകീയ പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇപ്പോൾ തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി സഹ CN ഉൾപ്പെടെയുള്ളവർ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തതിന് രൂപകൽപ്പന നൽകിയിരുന്നു. കൊച്ചിയിൽ വിപുലമായ പരിപാടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈപ്പിനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെയ് മാസം 1-ാം തീയതി ഏതാണ്ട് 25,000 ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് വൈപ്പിനിൽ മയക്കുമരുന്നിനെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആബാലവൃത്തം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേ രൂപത്തിൽ ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വരുന്ന ഒരു മാസക്കാലം കൊണ്ട് വലിയ രൂപത്തിൽ നമുക്കത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ജനങ്ങളുടെ ആകമാനം പിന്തുണ വേണം. ഇത് ഏതെങ്കിലും പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. ജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ടാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക. അതിനാവശ്യമായ ഒരു സംഘടനാ പ്രവർത്തനം കൂടി ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതാണ്. അങ്ങനെ പാർട്ടി സംഘടനാ തലത്തിലടക്കം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. മാത്രമല്ല
എല്ലാവരും ഒറ്റക്കെട്ടായി ചേർത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുമെന്നാണ് സതീഷ് ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു കച്ചേരിക്കൊപ്പം നിതിൻ അംബുജൻ, 24.